ഹായ് ഓൾ, എല്ലാവർക്കും ജിക്സ് PSC അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ SCERT പാഠപുസ്തകത്തിലെ ഫിസിക്സിലെ ആദ്യത്തെ ചാപ്റ്ററാണ്. ശബ്ദ തരംഗങ്ങൾ എന്നുള്ള ചാപ്റ്ററാണ് നമ്മളിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒരു PSC ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഓരോ SCERT ചാപ്റ്ററുകളും പഠിച്ചിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല, എങ്കിലും പഠിക്കുക. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ തുടങ്ങുകയാണ് ശബ്ദ തരംഗങ്ങൾ. അപ്പോൾ ഇവിടെ കുറച്ച് പടമൊക്കെ കാണിച്ചിട്ടുണ്ട്. ടീച്ചറും കുട്ടികളും ഒക്കെ കൂടി ഒരു പ്ലേ ഗ്രൗണ്ടിൽ എന്തൊക്കെയോ പറയുകയൊക്കെ ചെയ്യുന്നു. നമുക്ക് നോക്കാം. ഓക്കെ, ടീച്ചർ, ഈ കുട്ടി 10 ആട്ടം കഴിഞ്ഞു, ഇറങ്ങാൻ പറയൂ. ഇനി എൻ്റെ ഊഴമാണെന്നൊരു കുട്ടി പറയുന്നു. 5 ആട്ടമേ ആയുള്ളൂ എന്ന് ടീച്ചർ എന്നൊരു കുട്ടി പറയുന്നു. അപ്പോൾ ടീച്ചർ പറയാണ്, ശരിയാണ്, 5 ആട്ടമേ ആയുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ഊഞ്ഞാലാടുന്ന കുട്ടിയുടെ മറുപടിയെ ടീച്ചർ ശരി വെച്ചത് എന്തുകൊണ്ടാണ്? ഊഞ്ഞാലാട്ടം എണ്ണേണ്ടത് എങ്ങനെയായിരിക്കും? അപ്പോൾ ഊഞ്ഞാലിൻ്റെ ചലനം ഏതു തരം ചലനം എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഊഞ്ഞാലിൻ്റെ ചലനം ഏതാണ്? ദോലനമാണ്. അതായത് ഇവിടെ ഒരു സെൻറ്ററിൽ ഊഞ്ഞാൽ നിൽക്കുന്നു, മുമ്പോട്ട് പോകുന്നു, പുറകോട്ട് പോകുന്നു, അല്ലേ? മുമ്പോട്ട് പോകുന്നു, ഇങ്ങനെ മുമ്പോട്ട് പോയിട്ട് വീണ്ടും ആ പഴയ ഇനിഷ്യൽ പൊസിഷനിൽ വരുന്നു, വീണ്ടും പുറകോട്ട് പോകുന്നു, ഇനിഷ്യൽ, അങ്ങനെ അത്രയും ആയി കഴിയുമ്പോഴേ ഒരു ചലനം പൂർത്തിയാകത്തുള്ളൂ. അപ്പോൾ ഊഞ്ഞാലിൻ്റെ ചലനം ഏതുതരം ചലനമാണ്? ദോലനം. അപ്പോൾ അത് പഠിക്കുക. ഈ പാഠപുസ്തകത്തിലെ പിള്ളേർക്കൊക്കെ പഠിക്കേണ്ടതുകൊണ്ട് ഒരുപാട് ചെറിയ കുഞ്ഞു ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ പഠിച്ചെടുത്താൽ മതി. ഓക്കെ, അവർക്ക് ഓരോ പരീക്ഷണങ്ങളിലൂടെയും ചിത്രങ്ങളിലൂടെയൊക്കെയാണ് കുട്ടികളെ ആ ഒരു കൺസെപ്റ്റ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കുക. അപ്പം ഊഞ്ഞാലിൻ്റെ ചലനം ഏതുതരമാണ്? ദോലനമാണ്. ഒരു വസ്തു തുലനസ്ഥാനത്തെ ആസ്പദമാക്കി കൃത്യമായ ഇടവേളകളിൽ ഇരുവശത്തേക്കും ചലിക്കുന്നതാണ് ദോലനം അഥവാ ഓക്സിലേഷൻ. ഒരു വസ്തു തുലനസ്ഥാനത്തെ ആസ്പദമാക്കി കൃത്യമായ ഇടവേളകളിൽ ഇരുവശത്തേക്കും ചലിക്കുന്നതാണ് ഇത് ദോലനം. ഓക്കെ ആണല്ലോ. ഇനി തുലന സ്ഥാനത്ത് നിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരം ഏതാത്രയാണ് ചോദിച്ചിരിക്കുന്നു. ഇവിടെ ഒരു പടമൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ നടുക്കായിട്ടുള്ള പദം. അവിടുന്ന് ഒരു സ്ഥലത്തിലേക്ക് പോകുന്ന പരമാവധി ആ ഒരു ദൂരം ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഏതാണ്? A എന്ന അക്ഷരം കൊണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി തുലന സ്ഥാനത്തു നിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരത്തിൻ്റെ അളവാണ് ആയതി അഥവാ ആംപ്ലിറ്റ്യൂഡ്. ആയതി A എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ആയതിയുടെ SI യൂണിറ്റ് ഏതാണ്? മീറ്ററാണ്. അപ്പോൾ ഇത് പഠിക്കുക. തുലന സ്ഥാനത്ത് നിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരത്തിൻ്റെ അളവാണ് ആയതി. ആയതി A എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ആയതിയുടെ SI യൂണിറ്റ് ഏതാണ്? മീറ്റർ ആകുന്നു. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് പഴയകാലത്തെ പെൻഡുലം ക്ലോക്കുകളുടെ ഏകദേശം ഒരു നീളം കൊടുത്തിട്ടുണ്ട്. ആ പെൻഡുലത്തിൻ്റെയാണ് 99.35 സെൻറ്റിമീറ്ററാണ് ഇതായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇതിൽ ഇൻവാർ എന്ന ലോഹസങ്കരം ഉപയോഗിച്ചാണ് അത് ഉണ്ടാക്കിയിരുന്നത്. പഴയകാല ക്ലോക്കുകളിൽ ഉപയോഗിച്ചിരുന്ന ലോഹസങ്കരം ഏതാണ്? ഇൻവാറാണ്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. പിന്നെ ഇവിടെ ഒരു കണക്ക് ചെയ്തിരിക്കുന്നു, ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. 30 ദോലനങ്ങൾക്ക് 1 മിനിറ്റ് സമയമെടുക്കുന്ന ഒരു പെൻഡുലം ഒരു ദോലനം പൂർത്തിയാക്കാൻ എത്ര സമയമെടുക്കുന്നു? അപ്പോൾ 30 ദോലനങ്ങൾക്ക് എത്ര സമയം എടുത്തിരിക്കുന്നു? ഇവിടെ പറഞ്ഞിരിക്കുന്നത് 1 മിനിറ്റ് എടുത്തിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡാണ്. അപ്പോൾ ഒരു ദോലനത്തിന് ആവശ്യമായിട്ടുള്ള സമയം 60/30 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഒരു ദോലനത്തിന് ആവശ്യമായ സമയത്തെ പീരീഡ് എന്ന് പറയുന്നു. ഇത് T എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. പീരീഡ് അളക്കുന്നത് സെക്കൻഡ് എന്ന യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ്, ഓർത്തിരിക്കുക. ഇനിയും നെക്സ്റ്റ്, ഇപ്പോൾ ഇതേ ഒരു പെൻഡുലം 1 സെക്കൻഡിൽ എത്ര ദോലനങ്ങൾ പൂർത്തിയാക്കുന്നതാണെങ്കിൽ 1 മിനിറ്റിൽ ദോലനങ്ങളുടെ എണ്ണം എത്രയാണ്? 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ്. അതിലെ ദോലനങ്ങളുടെ എണ്ണം എത്രയാണ്? 30 ആണ്. അതുകൊണ്ട് 1 സെക്കൻഡിലെ ദോലനങ്ങളുടെ കാണാൻ 30/60 ചെയ്താൽ മതി. ഓക്കെ, 1/2, അതായത് 0.5. 1 സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. ആവൃത്തിയുടെ SI യൂണിറ്റാണ് ഹെർട്സ്. ആവൃത്തി സൂചിപ്പിക്കുന്നത് F എന്ന അക്ഷരം കൊണ്ടാണ്. ആവൃത്തി എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി, ഹെർട്സ്. അപ്പോൾ അത് സൂചിപ്പിക്കുന്ന അക്ഷരം ഏതാണ്? ഇത് ഹെഡ്സ്. F എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ആവൃത്തിയുടെ SI യൂണിറ്റ് ഏതാണ്? ഹെഡ്സ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഈ ബോക്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെ പറഞ്ഞു? തുലന സ്ഥാനത്ത് നിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരത്തിൻ്റെ അളവാണ് ആയതി. ആയതി A എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ആയതിയുടെ SI യൂണിറ്റാണ് മീറ്റർ.
ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞു ഊഞ്ഞാലിൻ്റെ ചലനം ഏതാണ്? ദോലനമാണ്. ഒരു വസ്തു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി കൃത്യമായ ഇടവേളകളിൽ ഇരുവശത്തേക്കും ചലിക്കുന്നതാണേത്? ദോലനം. തുലന സ്ഥാനത്ത് നിന്ന് ഒരു വശത്തേക്കുള്ള ഒരു പരമാവധി ദൂരത്തെ നമ്മൾ പഠനസഹിതം കണ്ടു അല്ലേ? എന്തായിരുന്നു? അതന്നെ പറയുന്ന പേരാണ് ആയതി. ആയതി എ എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ആയതിയുടെ SI യൂണിറ്റ് ഏതാണ്? മീറ്ററാണ് ആയതിയുടെ SI യൂണിറ്റ്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് നമ്മൾ പഴയ കാലത്തെ പെൻഡുലം ക്ലോക്ക് ഇൻവാർ എന്ന ലോഹസങ്കര ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചെടുത്തു. ഇനി അടുത്തതും ഒരു ദോലനത്തിന് ആവശ്യമായ സമയത്തെ നമ്മൾ എന്ത് പറയുന്നു? പീരീഡ് എന്ന് പറയുന്നു. ഇത് T എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. പീരീഡ് അളക്കുന്നത് സെക്കൻഡ് എന്ന യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ്. പഠിക്കുക. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണമാണ് എന്ത്? ആവൃത്തി അഥവാ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ആവൃത്തിയുടെ SI യൂണിറ്റാണ് ഹെർട്സ്. ആവൃത്തി സൂചിപ്പിക്കുന്നത് F എന്ന അക്ഷരം കൊണ്ടാണ്. ഇനി ഈ ബോക്സിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഹെൻറിച്ച് റുഡോൾഫ് ഹെർട്സ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു മരണം ജനനസമയം വർഷം കൊടുത്തിട്ടുണ്ട്. അതൊന്നും പഠിക്കണ്ട. ഇതിനകത്ത് എന്താ പഠിച്ചിരിക്കുന്നു നോക്കാം. പ്രധാന സംഭവങ്ങൾ: വൈദ്യുതകാന്തിക തരംഗങ്ങളുടെ സാന്നിധ്യം നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തി. റേഡിയോ, ടെലിഗ്രാഫ്, ടെലിവിഷൻ എന്നിവയുടെ പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള അടിത്തറയിട്ട് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടുപിടിച്ചു. ആരാണ്? ഹെൻറി റുഡോൾഫ് ഹെർട്സ് ആണ് എന്ത് കണ്ടുപിടിച്ചത്? ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടുപിടിച്ചത്. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി ആവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ഹെർട്സ് എന്ന് നൽകിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഓർത്തിരിക്കാം. പെൻഡുലത്തിൻ്റെ നീളം കൂടുമ്പോൾ എന്തു സംഭവിക്കുന്നു? ആവൃത്തിക്ക് എന്ത് സംഭവിക്കുന്നു? അതായത് ഫ്രീക്വൻസി എന്ത് സംഭവിക്കുന്നു? കുറയുന്നു. ഓക്കെ, ഓർത്തിരിക്കുക. പെൻഡുലത്തിൻ്റെ നീളം കൂടുമ്പോൾ ആവൃത്തി എന്ത് ചെയ്യുന്നു? ആവൃത്തി കുറയുന്നു. ആവൃത്തി കാണുന്ന F = 1/T, അതായത് 1/, പീരീഡ് ആണ്. പീരീഡ് കൂടുമ്പോൾ ആവൃത്തി എന്ത് സംഭവിക്കുന്നു? ആവൃത്തി കുറയുന്നു. ഓക്കെ ആണല്ലോ. ഇനിയും റേഡിയോ, ടെലിവിഷൻ തുടങ്ങിയവയുടെ പ്രക്ഷേപണത്തിൽ kHz, MHz എന്നീ പദങ്ങൾ കേട്ടിരിക്കുമല്ലോ. ഇവയും ആവൃത്തിയുടെ പ്രായോഗിക യൂണിറ്റിലാണ്. ഒരു kHz എന്ന് പറഞ്ഞാൽ 1000 ഹെർട്സ് ആണ്. അതായത് 10⁻³ ഹെർട്സ് ആണ്. ഒരു MHz എന്ന് പറഞ്ഞാൽ ഇത്രയും 10�6 ഹെർട്സ് ആണ്. ഓർത്തിരിക്കുക. ഇനി അടുത്തത്, ഒരു വസ്തുവിനെ സ്വതന്ത്രമായിട്ട് കമ്പനം ചെയ്യിച്ചാൽ അത് അതിൻ്റെ തനതായ ആവൃത്തിയിലായിരിക്കും കമ്പനം ചെയ്യുന്നത്. ഈ ആവൃത്തിയാണ് ആ വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തി അഥവാ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഒരു വസ്തുവിനെ സ്വതന്ത്രമായിട്ട് കമ്പനം ചെയ്യിച്ചാൽ അത് അതിൻ്റെ തനതായ ആവൃത്തിയിലായിരിക്കും കമ്പനം ചെയ്യുന്നത്. ഈ ആവൃത്തിയാണ് ആ വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തി എന്ന് പറയുന്നത്. ഒരു വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിച്ചിരിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? വസ്തുവിൻ്റെ നീളം, വലുപ്പം, ഇലാസ്തികത, അതുപോലെ തന്നെ പദാർത്ഥത്തിൻ്റെ സ്വഭാവം തുടങ്ങിയവ. അപ്പോൾ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, എല്ലാ വസ്തുക്കളും സ്വാഭാവിക ആവൃത്തിയിൽ മാത്രമായിരിക്കുമോ കമ്പനം ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടാണോ? അല്ല, പല വസ്തുക്കൾക്കും പല ഇതുണ്ടല്ലേ. അപ്പം നോക്കാം. കമ്പനം ചെയ്യുന്ന വസ്തുവിൻ്റെ പ്രേരണ മൂലം മറ്റൊരു വസ്തു കമ്പനം ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് പ്രണോദിത കമ്പനം. എന്ത് പറയുന്നു? പ്രണോദിത കമ്പനം. കമ്പനം ചെയ്യുന്ന വസ്തുവിൻ്റെ പ്രേരണ മൂലം മറ്റൊരു വസ്തു കമ്പനം ചെയ്യുന്നതാണ് എന്ത്? പ്രണോദിത കമ്പനം. അപ്പോൾ ഓർത്തിരിക്കുക. പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയും പ്രേരണം ചെലുത്തുന്ന വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയും തുല്യമായാൽ ആ വസ്തുക്കൾ അനുനാദത്തിലാണെന്ന് പറയാം, റെസൊണൻസ് ആണെന്ന് പറയാം. അനുനാദത്തിന് വിധേയമാകുന്ന വസ്തു പരമാവധി ആയതിയിൽ കമ്പനം ചെയ്യും. എന്നുള്ളത് നോക്കിക്കേ. പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയും പ്രേരണം ചെലുത്തുന്ന വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയും തുല്യമായാൽ ആ വസ്തുക്കൾ അനുനാദത്തിലാണെന്ന് പറയാം. അനുനാദത്തിന് വിധേയമാകുന്ന വസ്തു പരമാവധി ആയതിയിൽ കമ്പനം ചെയ്യും. ഓർത്തിരിക്കുക. ഇനി പ്രണോദിത കമ്പനവും അനുനാദവും ഒക്കെ രണ്ടും പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങളാണ് MRI സ്കാനിങ്ങിൽ, റേഡിയോ ട്യൂണിങ്ങിന്, ഗിറ്റാറ്, വയലിൻ, വീണ, ഹാർമോണിയം, മൃദംഗം തുടങ്ങിയ സംഗീത ഉപകരണങ്ങളിൽ, സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ച് ഹൃദയമിടിപ്പ് ശ്രവിച്ച് നോക്കൂ. ഹൃദയമിടിപ്പിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയുന്നു. ഇതൊക്കെ എന്താണ്? അതിൻ്റെ ആപ്ലിക്കേഷനായിട്ടാണ് വരുന്നത്. മെഗാഫോണ്, ഹോണ്, സംഗീത ഉപകരണങ്ങളായ ട്രംസ്, നാദസ്വരം തുടങ്ങിയ ഉപകരണങ്ങളിലൊക്കെയാണ് ഇതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി അടുത്ത തരംഗചലനമാണ്. വേവ് മോഷൻ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ഇതൊക്കെ സ്കൂളിൽ ഓരോ എക്സ്പെരിമെൻ്റ് കൊണ്ട് പറഞ്ഞിരിക്കുന്നു. നമുക്ക് ഒരു PSC ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ആ എക്സ്പെരിമെൻ്റൊന്നും കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നും ഇല്ല. അതിനകത്തുള്ള കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കിയെടുത്താൽ മാത്രം മതി. മാധ്യമത്തിൻ്റെ ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജ്ജം മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കാനുള്ള മാർഗങ്ങളിലൊന്നാണ് തരംഗചലനമെന്ന് പറയുന്നത്. ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജ്ജം മറ്റു ഭാഗങ്ങളിലേക്ക് ദോലനങ്ങളുടെ തുടർച്ചയായിട്ട് പ്രസരിക്കുന്നതിനെയാണ് നമ്മൾ തരംഗചലനമെന്ന് പറയുന്നത്. മാധ്യമത്തിൻ്റെ ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജ്ജം മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കാനുള്ള മാർഗങ്ങളിലൊന്നാണ് തരംഗചലനം. ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജ്ജം മറ്റു ഭാഗങ്ങളിലേക്ക് ദോലനങ്ങളിലൂടെ തുടർച്ചയായി പ്രസരിക്കുന്നതിനെ എന്ത് പറയുന്നു? തരംഗചലനമെന്ന് പറയുന്നു. ഇനി തരംഗങ്ങൾ പലതരത്തിലുണ്ട്. റേഡിയോ തരംഗമുണ്ട്, സീസ്മിക് തരംഗമുണ്ട്, പ്രകാശ തരംഗമുണ്ട്, ശബ്ദ തരംഗമുണ്ട്, ജലാശയങ്ങളിലുണ്ടാകുന്ന ഓളങ്ങൾ. ഇതൊക്കെ എന്താണ്? വിവിധ തരത്തിലുള്ള തരംഗങ്ങൾ. റേഡിയോ തരംഗം, സീസ്മിക് തരംഗം, പ്രകാശ തരംഗം, ശബ്ദ തരംഗം തുടങ്ങിയവയൊക്കെ. ഓക്കെ, ഇനിയും പ്രേഷണത്തിന് ഒരു മാധ്യമം ആവശ്യമുള്ളവയും മാധ്യമം ആവശ്യമില്ലാത്തവയൊക്കെ ഇവിടെ തരംതിരിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇനി വൈദ്യുത കാന്തിക തരംഗങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കുക. അതായത് റേഡിയോ തരംഗങ്ങൾ, മൈക്രോവേവ്, ഇൻഫ്രാറെഡ് തരംഗങ്ങൾ, ദൃശ്യപ്രകാശം, അൾട്രാവയലറ്റ് കിരണങ്ങൾ, എക്സസ് കിരണങ്ങൾ, ഗാമ കിരണങ്ങൾ എന്നിവ വൈദ്യുത കാന്തിക തരംഗങ്ങളാണ്. ഇവയുടെ പ്രേഷണത്തിന് ഒരു മാധ്യമം ആവശ്യമുണ്ടോ? ഇല്ല. ഒന്നുകൂടെ നോക്കുന്നേ. റേഡിയോ തരംഗങ്ങൾ, മൈക്രോവേവ്, ഇൻഫ്രാറെഡ് തരംഗങ്ങൾ, ദൃശ്യപ്രകാശം, അൾട്രാവയലറ്റ് കിരണങ്ങൾ, എക്സസ് കിരണങ്ങൾ, ഗാമ കിരണങ്ങൾ എന്നിവ വൈദ്യുത കാന്തിക തരംഗങ്ങളാണ്. ഇവയുടെ പ്രേഷണത്തിന് മാധ്യമം ആവശ്യമുണ്ടോ? ഇല്ല. അതാണ് വൈദ്യുത കാന്തിക തരംഗങ്ങളെക്കുറിച്ച് പറയുന്നത്. ഇനി യാന്ത്രിക തരംഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. പ്രേഷണത്തിന് മാധ്യമം ആവശ്യമായ തരംഗങ്ങളാണ് യാന്ത്രിക തരംഗങ്ങൾ. യാന്ത്രിക തരംഗങ്ങൾ പ്രധാനമായിട്ടും രണ്ട് വിധമുണ്ട്. ഏതൊക്കെയാണ്? അനുദൈർഘ്യ തരംഗങ്ങളും അനുപ്രസ്ഥ തരംഗങ്ങളും. അപ്പോൾ യാന്ത്രിക തരംഗങ്ങൾ എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, പ്രേഷണത്തിന് മാധ്യമം ആവശ്യമായ തരംഗങ്ങളാണ് യാന്ത്രിക തരംഗങ്ങൾ. യാന്ത്രിക തരംഗങ്ങൾ പ്രധാനമായിട്ടും രണ്ട് വിധമുണ്ട്. അനുദൈർഘ്യ തരംഗങ്ങളും അനുപ്രസ്ഥ തരംഗങ്ങളും. ഇനി നമ്മൾ നോക്കുന്ന അനുദൈർഘ്യ തരംഗങ്ങൾ നോക്കാം. അതിന് പറയുന്ന പേരാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിൻ്റെ പ്രേക്ഷണ ദിശയ്ക്ക് സമാന്തരമായിട്ട് കമ്പനം ചെയ്യുന്നതാണെങ്കിൽ അത് അനുദൈർഘ്യ തരംഗങ്ങളാണ്. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിൻ്റെ പ്രേക്ഷണ ദിശയ്ക്ക് സമാന്തരമായിട്ട് കമ്പനം ചെയ്യുന്നതെങ്കിൽ അത് അനുദൈർഘ്യ തരംഗങ്ങളാണ്. ഓക്കെ, ഇനി അടുത്ത അനുപ്രസ്ഥ തരംഗങ്ങൾ എന്താണെന്ന് നോക്കാം. അനുപ്രസ്ഥ തരംഗങ്ങൾ എന്ന് പറഞ്ഞാൽ മാധ്യമത്തിലെ കണികകൾ തരംഗത്തിൻ്റെ പ്രേക്ഷണ ദിശയ്ക്ക് ലംബമായിട്ടാണ് കമ്പനം ചെയ്യുന്നതെങ്കിൽ അത് അനുപ്രസ്ഥ തരംഗങ്ങളാണ്. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിൻ്റെ പ്രേക്ഷണ ദിശയ്ക്ക് ലംബമായിട്ട് കമ്പനം ചെയ്യുകയാണെങ്കിൽ അത് അനുപ്രസ്ഥ തരംഗങ്ങളാണ്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് നോക്കാനുള്ളത് തരംഗങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ആയതിയുണ്ട്, ആവൃത്തിയുണ്ട്, പീരീഡ്സ് ഉണ്ട്, തരംഗദൈർഘ്യമുണ്ട്, തരംഗവേഗം എന്നിവയാണ്. ആയതി എന്ന് പറഞ്ഞാൽ തരംഗത്തിലെ ഒരു കണികയുടെ സ്ഥാനാന്തര സമയഗ്രാഫൊക്കെ വരച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ആയതി കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മൾ ആയതി എന്താണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു. ഇനിയും ആവൃത്തി ഫ്രീക്വൻസി പറഞ്ഞു. ഒരു ബിന്ദുവിലൂടെ ഒരു സെക്കൻഡിൽ കടന്നു പോകുന്ന സൈക്കിളുകളുടെ എണ്ണമാണ് തരംഗത്തിൻ്റെ ആവൃത്തി നമ്മൾ പറഞ്ഞു. തരംഗ ദൈർഘ്യം നമ്മൾ അന്നേരം നോക്കിയില്ലായിരുന്നു. സമാന കമ്പനാവസ്ഥയിലുള്ള അടുത്തടുത്ത രണ്ട് കണികകൾ തമ്മിലുള്ള അകലമാണ് തരംഗം. അതായത് ഇപ്പോൾ ഈ പൊക്കമുള്ള വശമാണെന്ന് വെച്ചു. ഇവിടെ ഇപ്പോൾ ഇവിടം തൊട്ട് ഈ ഒരു ഇവിടം വരെയുള്ള ദൂരത്തിനെ നമുക്ക് തരംഗ ദൈർഘ്യം വേവ് ലെങ്ത് എന്നുണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ ഇപ്പോൾ ഈ താഴെ ഭാഗമാണെങ്കിൽ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ആ ഒരു ദൂരത്തിനെ താഴെ ഭാഗത്ത് പരിഗണിക്കുവാണെങ്കിൽ അങ്ങനെ പറയാം. അപ്പോൾ ആ ഒരു ദൂരത്തിനെ നമ്മൾ ഈ തരംഗ ദൈർഘ്യം വേവ് ലെങ്ത് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വേവിൻ്റെ ഈ ഒരു സൈഡ് എടുക്കുവാണെങ്കിൽ അത് അടുത്ത ഈ വേവ് വരുമ്പോൾ അതിൻ്റെ ഇപ്പോൾ ഈ ഒരു വേവിൻ്റെ ഈ സൈഡിൽ ഇവിടെ ഇത്ത പോയിൻ്റ് എടുത്തു. അപ്പോൾ ഈ ഒരു പൊങ്ങിയുള്ള ഈ വേവിൻ്റെ ഈ സൈഡിൽ ഈ പോയിൻ്റ് എടുക്കുക. അപ്പോൾ അത് തമ്മിലുള്ള ആ ഒരു ദൂരത്തിനെയാണ് തരംഗ ദൈർഘ്യം എന്ന് പറയുന്നത്. സമാന കമ്പനാവസ്ഥയിലുള്ള അടുത്തടുത്ത രണ്ട് കണികകൾ തമ്മിലുള്ള അകലമാണ് തരംഗദൈർഘ്യം. ഇത് മാധ്യമത്തിലെ ഓരോ കണികയും ഒരു കമ്പനം പൂർത്തിയാക്കാനെടുത്ത സമയം കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരത്തിന് തുല്യമാണ്. അടുത്തടുത്ത രണ്ട് ശൃംഖകൾ തമ്മിലോ അടുത്തടുത്ത രണ്ട് ഗർത്തങ്ങൾ തമ്മിലോ ഉള്ള അകലവും അനുപ്രസ്ഥ തരംഗത്തിൻ്റെ തരംഗദൈർഘ്യമായിട്ട് കണക്കാക്കും. ഒന്നുകൂടെ ഒന്ന് നമുക്ക് വായിച്ചു നോക്കാം. അപ്പം അത്രേ ഉള്ളൂ.
നമ്മൾ പഠിക്കുമ്പോഴേ ഇതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് കാണാതെ പഠിക്കണം, എന്താണെന്ന് കാര്യം മനസ്സിലാക്കിയാൽ മതി. അപ്പം സമാന കമ്പനാവസ്ഥയിലുള്ള അടുത്തടുത്ത രണ്ട് കണികകൾ തമ്മിലുള്ള അകലമാണ് തരംഗദൈർഘ്യം. ഇത് മാധ്യമത്തിലെ ഓരോ കണികയും ഒരു കമ്പനം പൂർത്തിയാക്കാൻ എടുത്ത സമയം കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരത്തിന് തുല്യമാണ്. അടുത്തടുത്ത രണ്ട് ശൃംഖങ്ങൾ തമ്മിലോ അടുത്തടുത്ത രണ്ട് ഗർത്തങ്ങൾ തമ്മിലുള്ള അകലവും അനുപ്രസ്ഥ തരംഗത്തിൻ്റെ തരംഗദൈർഘ്യമായിട്ട് കണക്കാക്കാം. ഓക്കെ ആണല്ലോ. നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. വേഗം സ്ഥിരമായിരിക്കുമ്പോൾ തരംഗത്തിൻ്റെ ആവൃത്തി തരംഗദൈർഘ്യത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും, F∝1/λ. വേഗം സ്ഥിരമായിരിക്കുമ്പോൾ തരംഗത്തിൻ്റെ ആവൃത്തി എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി, തരംഗദൈർഘ്യം എന്ന് പറയുമ്പോൾ ലാംഡ, വേവ് ലെങ്ത്, അതിന് വിപരീത അനുപാതത്തിലായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തത് ഓർത്തിരിക്കുക, തരംഗവേഗം, അതായത് സ്പീഡ്, തരംഗവേഗം എന്ന് പറഞ്ഞാൽ ആവൃത്തി ഇൻറ്റു തരംഗദൈർഘ്യമാണ്. ഓക്കെ, ഇതൊരു ഇക്വേഷനാണ്. V = F∝. V എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പീഡ്, തരംഗവേഗം. അപ്പോൾ ആവൃത്തി എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി, തരംഗദൈർഘ്യം എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് ലാംഡ, അത് V = F∝. തരംഗവേഗം എന്ന് പറഞ്ഞാൽ ആവൃത്തി ഇൻറ്റു തരംഗദൈർഘ്യമെന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തത് പഠിക്കാനുള്ള, മിനുസമുള്ള പ്രതലങ്ങൾ പരുപരുത്ത പ്രതലങ്ങളെ അപേക്ഷിച്ച് ശബ്ദത്തെ നന്നായിട്ട് പ്രതിപദിക്കും. ഇപ്പോൾ ഇതിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം, ഈ തിയേറ്ററുകളൊക്കെ, വലിയ തിയേറ്ററുകളുടെ ഭിത്തിയൊക്കെ പരുപരുത്ത ഇതിലാണ് വെച്ചിരിക്കുന്നത്. അതിനുള്ള കാരണം എന്താ, മിനുസമാണെങ്കിൽ അത് എക്കോസും സൗണ്ടും ഒക്കെ ഒരുപാട് ഇങ്ങനെ പ്രതിപദിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ മിനുസമുള്ള പ്രതലങ്ങൾ പരുപരുത്ത പ്രതലങ്ങളെ അപേക്ഷിച്ച് ശബ്ദത്തെ നന്നായി പ്രതിപദിക്കും. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, എക്കോസൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ തിയേറ്ററിൻ്റെയൊക്കെ ഭിത്തിയൊക്കെ പരുപരുത്തായിട്ടൊക്കെ വെച്ചിരിക്കുന്നത്. അതൊക്കെ നമുക്ക് ഇനി അടുത്തതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, പ്രതിധ്വനി എന്ന് പറഞ്ഞാൽ എക്കോ. ആദ്യം ശബ്ദം ശ്രവിച്ചതിനു ശേഷം അതേ ശബ്ദം പ്രതിപദിച്ച് വീണ്ടും കേൾക്കുന്നതാണ് പ്രതിധ്വനിയാണ് എക്കോ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പം അത്രേ ഉള്ളൂ. ഇനി ആദ്യം ശബ്ദ പ്രതിപതനത്തിനു ശേഷം വീണ്ടും വ്യക്തമായി കേൾക്കണമെങ്കിൽ പ്രതിപതന തലം ശ്രോതാവിൽ നിന്ന് ചുരുങ്ങിയത് എത്ര അകലത്തിലായിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഒരു ശബ്ദം നമ്മിലുണ്ടാക്കുന്ന ശ്രവണാനുഭവം 1/10 സെക്കൻഡ് സമയത്തേക്ക് നിലനിൽക്കുന്നു. ഈ പ്രത്യേകതയാണ് ശ്രവണസ്ഥിരത എന്ന് പറയുന്നത്, പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ്. ഈ സമയത്തിനുള്ളിൽ മറ്റൊരു ശബ്ദം ചെവിയിൽ പതിച്ചാൽ അവ ഒരുമിച്ച് കേൾക്കുന്ന പ്രതീതിയാണ് ഉണ്ടാവുക. ഒരു ശബ്ദം നമ്മിലുണ്ടാക്കുന്ന ശ്രവണാനുഭവം 1/10 സെക്കൻഡ് സമയത്തേക്ക് നിലനിൽക്കുന്നു. ഈ പ്രത്യേകതയാണ് ശ്രവണസ്ഥിരത. ഈ സമയത്തിനുള്ളിൽ മറ്റൊരു ശബ്ദം ചെവിയിൽ പതിച്ചാൽ അവ ഒരുമിച്ച് കേൾക്കുന്ന പ്രതീതിയാണ് ഉണ്ടാവുക. ഓക്കെ, ഇനി നമുക്കിവിടെ നോക്കാനുള്ളത് അനുരണനം, റിവാബ്രേഷൻ എന്ന് പറഞ്ഞാൽ കർണാടകയിലെ ബീജാപൂരിലുള്ള ഗോൾ ഗുംബസ് എന്ന മർമ്മര ഗോപുരത്തിനുള്ള ഒരു ചെറിയ ശബ്ദം ഉണ്ടാക്കുകയാണെങ്കിൽ പോലും ആ ശബ്ദം ഗ്യാലറിക്കുള്ളിൽ മുഴുവൻ ആവർത്തിച്ച് കേൾക്കാം. ശബ്ദതരംഗങ്ങൾ ഗോളാകൃതിയിലുള്ള ചുമരുകളിൽ ആവർത്തന പ്രതിപതനത്തിന് വിധേയമാകുന്ന മൂലമുള്ളതാണ് ഈ ഒരു മുഴക്കത്തിന് കാരണം. ഒരു ശബ്ദമുണ്ടായതിനു ശേഷം ആവർത്തന പ്രതിപതനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്നതും മെല്ലെ കുറയുന്നതുമായിട്ടുള്ള ആ ഒരു മുഴക്കമാണ് അനുരണനം. ഒരു ശബ്ദമുണ്ടായതിനു ശേഷം ആവർത്തന പ്രതിപതനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്നതും മെല്ലെ കുറയുന്നതുമായ മുഴക്കമാണേത്, അനുരണനം. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ കൊടുത്തിട്ടുണ്ട്, മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്നത് 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ്. 20 ഹെർട്സിനേക്കാളും കുറവുള്ള ശബ്ദങ്ങളെ ഇൻഫ്രാസോണിക് എന്നും 20,000 ഹെർട്സിലും മുമ്പോട്ടുള്ള ശബ്ദത്തെ അൾട്രാസോണിക് സൗണ്ട് എന്നൊക്കെ പറയുന്നു. നായ്ക്കളെ പരിശീലിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഗാൾട്ടൺ വിസിലിൽ നിന്നും പുറപ്പെടുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തി എത്രയാണ്? ഏകദേശം 30,000 ഹെർട്സ് ആണ്. അപ്പോൾ ഗാൾട്ടൺ വിസിലിൻ്റെ ശബ്ദം മനുഷ്യന് കേൾക്കാൻ സാധിക്കുമോ? ഇല്ല. കാരണം എന്താ? മനുഷ്യന് 20 ഹെർട്സ് തൊട്ട് 20,000 ഹെർട്സ് വരെയാണ് മനുഷ്യൻ്റെ ശ്രവണ പരിധി. അതിൽ മേളിലുള്ളതിന് മനുഷ്യർക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ആവൃത്തി കൂടിയതും കുറഞ്ഞതുമായ ശബ്ദങ്ങൾ പ്രകൃതിയിൽ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ എല്ലാ ആവൃത്തിയിലുമുള്ള ശബ്ദം മനുഷ്യന് കേൾക്കാൻ സാധ്യമല്ല. അതായത് മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന് ആവൃത്തിക്ക് പരിധിയുണ്ട്. സാധാരണ കേൾവി ശക്തിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ കുറഞ്ഞ പരിധി ഏകദേശം 20 ഹെർട്സും കൂടിയ പരിധി ഏകദേശം 20,000 ഹെർട്സുമാണ്. 20 ഹെർട്സിൽ താഴെ ആവൃത്തിയുള്ള ശബ്ദത്തിനെ ഇൻഫ്രാസോണിക് എന്ന് പറയുന്നു. 20,000 ഹെർട്സിൽ കൂടുതലുള്ള ആവൃത്തി ശബ്ദത്തെ നമ്മൾ അൾട്രാസോണിക് എന്ന് പറയുന്നു.
അൾട്രാസോണിക് ശബ്ദം ഉപയോജനപ്പെടുത്തി വവ്വാലുകൾക്ക് ഇരുട്ടിലും സുഖമായിട്ട് സഞ്ചരിക്കാനും ഇരപിടിക്കാനും ഒക്കെ സാധിക്കും. അൾട്രാസോണിക് തരംഗങ്ങൾ ധാരാളം സന്ദർഭങ്ങൾ ഈ വവ്വാൽ അൾട്രാസോണിക് പുറമെ സൗണ്ട് ഇങ്ങനെ പോയിട്ട് ഒരു പ്രാണിയിലാണെങ്കിൽ അത് തട്ടിയിട്ട് ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ ഇതിന് മനസ്സിലാകും ഇത്ര ദൂരത്തിലാണ് ഇതിരിക്കുന്നതെന്നൊക്കെ ഇതിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെ ഇരയൊക്കെ പിടിക്കാൻ വേണ്ടി പറ്റും. സഞ്ചരിക്കുമ്പോൾ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെ തിരിച്ചു വരുമ്പം തടസ്സം ഉണ്ടെങ്കിൽ വഴി മാറിപ്പോകാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ അൾട്രാസോണിക് തരംഗങ്ങൾ കൊണ്ടുള്ള ഉപയോഗങ്ങളാണ് വൈദ്യശാസ്ത്ര രംഗത്ത് രോഗനിർണയത്തിനും ചികിത്സയ്ക്കും അൾട്രാസോണിക് തരംഗങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. വൃക്കയിലെ ചെറിയ കല്ലുകളെ പൊടിച്ച് കളയാൻ, ഫിസിയോതെറാപ്പിയിൽ വൃക്ക, കരൾ, പിത്തസഞ്ചി, ഗർഭപാത്രം തുടങ്ങിയ ആന്തരിക അവയവങ്ങളുടെ പ്രതിബിംബമൊക്കെ രൂപപ്പെടുത്താനൊക്കെ അൾട്രാസോണിക് തരംഗങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ശരീരകലകളിലൂടെ സഞ്ചരിക്കുന്ന അൾട്രാസോണിക് തരംഗങ്ങൾ ശരീരകലകളിലെ സ്വതന്ത്രാവൃതി വ്യതിയാനമുള്ള ഭാഗങ്ങളിൽ തട്ടി പ്രതിഫലിക്കുന്നു. ഈ തരംഗങ്ങളെ വൈദ്യുത സിഗ്നലാക്കി മാറ്റി അവയവത്തിൻ്റെ ചിത്രം രൂപപ്പെടുത്തുന്നു. ഈ സാങ്കേതിക വിദ്യയാണ് അൾട്രാസോണോഗ്രാഫി. ഓർത്തിരിക്കുക. സോണാർ എന്ന് പറഞ്ഞാൽ എന്ന ഉപകരണത്തിൽ ജലത്തിനടിയിലുള്ള വസ്തുക്കളുടെ അകലം കണ്ടെത്താൻ വേണ്ടി സഹായിക്കുന്നതാണ് സോണാർ. ഓക്കെ, ഇനി അടുത്ത സീസ്മിക് തരംഗങ്ങളും സുനാമികളുമാണ്. ഭൂകമ്പത്തിൽ തകർന്നുപോയ കെട്ടിടമാക്കി പടമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഭൂകമ്പങ്ങൾ പലപ്പോഴും ദുരന്ത കാരണമാകാറുണ്ട്. ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം, വൻ സ്ഫോടനങ്ങൾ എന്നിവയുടെ ഫലമായിട്ട് ഭൂപാളികളിലൂടെ സഞ്ചരിക്കുന്ന തരംഗങ്ങളാണ് സീസ്മിക് തരംഗങ്ങൾ. അപ്പോൾ സീസ്മിക് തരംഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണേത്? സീസ്മോളജി. ഭൂകമ്പങ്ങളുടെ തീവ്രത നിർണ്ണയിക്കുന്നത് ഏത് സ്കെയിലാണ്? റിക്ടർ സ്കെയിലാണ്. സമുദ്രങ്ങളുടെ അടിത്തട്ടിലോ തീരപ്രദേശങ്ങളിലോ ഉണ്ടായ ഭൂകമ്പങ്ങൾ ചിലപ്പോൾ സുനാമി തിരമാലകളാണ്. കാണാം, കടലിലെയും മറ്റും ജലത്തിന് വൻതോതിൽ സ്ഥാനചലനം സംഭവിക്കുമ്പോൾ ഉടലെടുക്കുന്ന ഭീമാകാരമായ തിരകളെയാണ് എന്ത് പറയുന്നത്? സുനാമി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ സുനാമിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് സ്വീകരിക്കണം നമുക്കറിയാം. അലേർട്ട് വരുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ ഒരു ഇത് വരുമ്പോൾ അതിൽ നിന്ന് സാധനങ്ങൾ പെറുക്കിയെടുക്കാതെ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നോക്കേണ്ടത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ ഇനിയും കുറച്ച് പ്രോബ്ലംസ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ ശബ്ദതരംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ 10ാം ക്ലാസ്സിലെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിലൊക്കെ പഠിക്കുക. നമ്മുടെ SCERT ടെക്സ്റ്റിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പഠിക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക് യു.